കെ.പി.സി.സിയുമായി സഹകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. അച്ചടക്ക ലംഘനം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹൈക്കമാൻഡ് സതീശനോട് വ്യക്തമാക്കി. പുനഃസംഘടനയിലെ പരാതി പരിഹരിക്കുമെന്നും ഹൈക്കമാൻഡ് സതീശന് ഉറപ്പ് നൽകി. തർക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകി. കെ.പി.സി.സി പരിപാടികൾ വി ഡി സതീശൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ. അതേസമയം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ വി ഡി സതീശൻ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടു. കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാർക്ക് എതിരെയും സതീശൻ പരാതിയുണ്ട്. കെ.പി.സി.സി പ്രസിഡന്റിന്റെ വർക്കിംഗ് പ്രസിഡന്റുമാരെന്നാണ് വി ഡി സതീശൻ വിശേഷിപ്പിച്ചത്. നേതൃത്വത്തിന്റെ നിലപാടിൽ അസംതൃപ്തിയിലാണ് വി ഡി സതീശൻ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിച്ച് മുന്നോട്ടു പോകണമെന്നാണ് ചർച്ചകളിൽ ഉണ്ടായ തീരുമാനമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഡൽഹിയിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു മുരളീധരന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധി, ഖർഗെ എന്നിവർ പങ്കെടുത്ത ചർച്ച ദീർഘനേരം നീണ്ടുനിന്നു. ഉണ്ടായത് പോസിറ്റീവ് ചർച്ചകളാണ്. ചർച്ചകൾ വളരെ ഫലപ്രദമായിരുന്നു. നേതാക്കളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചു. പ്രശ്നപരിഹാരങ്ങൾ രാഹുൽ ഗാന്ധിയും ഖാർഗെയും അറിയിച്ചുവെന്നും കെ മുരളീധരൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് ചർച്ചയിൽ കെ.പി.സി.സി നേതൃത്വം ഹൈക്കമാൻഡിനോട് പറഞ്ഞിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പ്ലാനിൽ മാറ്റങ്ങൾ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. ഒരുമിച്ച് നീങ്ങാനും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നിർദ്ദേശമുണ്ടായി. സംസ്ഥാന നേതൃത്വത്തിനെതിരെ യോഗത്തിൽ കടുത്ത വിമർശനമാണുണ്ടായത്. വയനാട് ഡി.സി.സി അധ്യക്ഷനെ നിയമിക്കുന്നതിന് മുൻപ് കൂടിയാലോചന നടന്നില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 അക്ക വോട്ടിന് തോറ്റവരെ ജനറൽ സെക്രട്ടറിമാരാക്കിയെന്നും വിമർശനമുയർന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി ഒ.ജെ. ജനീഷ് സ്ഥാനമേറ്റതോടെ വി ഡി സതീശൻ പക്ഷം വീണ്ടും കേരളത്തിൽ കോൺഗ്രസിൽ പിടിമുറുക്കിക്കഴിഞ്ഞു. ജനീഷിന്റെ കടന്നുവരവോടെ 1.5 പതിറ്റാണ്ടിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി എ ഗ്രൂപ്പിൽ നിന്ന് കൈവിട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ കോൺഗ്രസിൽ അല്പം പിന്നിലേക്ക് പോയ സതീശൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ തന്റെ ഇഷ്ടക്കാരനെ അവരോധിച്ചതോടെ കോൺഗ്രസ് സർവശക്തനായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസിൽ സതീശൻ ഗ്യാങ്ങിനെതിരെ ശക്തമായി നിലയുറപ്പിച്ച ചെന്നിത്തലയ്ക്കും ടി സിദ്ദിഖിനും ചാണ്ടിയുമ്മനും തലയ്ക്ക് മുകളിലൂടെ തന്നെയാണ് സതീശൻ തന്റെ ഇഷ്ടക്കാരനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചത്. നമുക്കറിയാവുന്ന പോലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തുന്നതുവരെ കോൺഗ്രസിൽ കാര്യമായ അണികളോ ഗ്രൂപ്പ് പിൻബലമോ ഇല്ലാത്ത നേതാവായിരുന്നു വി ഡി സതീശൻ. നിയമസഭയിലെ മികച്ച പ്രകടനം കൊണ്ട് മാത്രം ശ്രദ്ധ നേടിയിരുന്ന എം.എൽ.എ. എന്നാൽ അധികാരം ലഭിച്ചതോടെ സതീശൻ കളം മാറ്റി ചവിട്ടുകയായിരുന്നു.